Python programming. Dear students, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രാക്ടിക്കൽ റെക്കോർഡ് പ്രോഗ്രാംസ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത പോലെ ഇന്നും ഒരു പ്രോഗ്രാംസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ്. നോക്കാം. A cashier has currency note of denominations 10, 50 and 100. If the amount to be withdrawn is input through the keyboard using input function in hundreds, find the total number of currency note of each denomination the cashier will have to give to the withdrawer. ഇതൊരു കാഷ്യറുടെ കയ്യിൽ ഡിനോമിനേഷൻസ് ഉള്ള വാല്യൂസ് ആണ് 10, 50, 100 ഇത്രയും നോട്ടുകളുള്ളത്. ഈ നോട്ട് ഉപയോഗിച്ചിട്ട് ഒരു വാല്യൂ നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ, വിഡ്രോയിൽ ഒരു വാല്യൂ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, ആ ഇൻപുട്ട് എന്നുള്ള ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ കിട്ടുന്ന വാല്യൂ തിരിച്ച് നമ്മൾ അത്രയും ക്യാഷ് കൊടുക്കുമ്പോൾ 100ന്റെ നോട്ടുകൾ, അതുപോലെ 50യുടെ നോട്ട്, ദെൻ 10 നോട്ട്, ആ രൂപത്തിൽ അതിന്റെ ഡിനോമിനേഷൻസ് വരാവുന്ന ഒരു പ്രോഗ്രാം ചെയ്യാനാണ് പറഞ്ഞത്. നോക്കാം, പ്രോഗ്രാമിന്റെ സോഴ്സ് കോഡ് നോക്കാം. പ്രോഗ്രാമിന്റെ കോഡ് കംപ്ലീറ്റ് നമ്മൾ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ടൈപ്പ് ചെയ്ത കോഡ് നമ്മൾ സേവ് ചെയ്യണം. സോ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ സേവ് ചെയ്ത ലൊക്കേഷൻ നമ്മൾ സേവ് ചെയ്ത് വെക്കാം. ലൈബ്രറീസിനകത്ത്, ഡോക്യുമെന്റ്സിനകത്ത് സേവ് ചെയ്യും. സോ ഇത് ഡിനോമിനേഷൻ, ദെൻ സേവ്. പൈത്തൺ ആണ് വാല്യൂ. സോ പൈത്തൺ സേവ് ചെയ്യാം. python.py. അപ്പോൾ പൈത്തന്റെ കോഡിൽ സേവ് ചെയ്തിട്ടുണ്ട്. കോഡ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ് ഒരു എമൗണ്ട്, amount is equal to int input enter the amount to be withdrawn. ആ വിഡ്രോ ചെയ്യാനുള്ള എമൗണ്ട് തന്നെ ടൈപ്പ് ചെയ്യണം. അത് ഇൻപുട്ട് ഫംഗ്ഷൻ ഉപയോഗിച്ചാൽ റെഡി ഉണ്ട്. അതൊരു ഇൻഡിജർ വാല്യൂ ആണ്. അപ്പോൾ ഇൻഡിജർ ആക്കി കൺവേർട്ട് ചെയ്തു. എന്നിട്ട് എവിടെ സ്റ്റോർ ചെയ്തു? AMT എന്ന് പറഞ്ഞൊരു വേരിയബിളിൽ സ്റ്റോർ ചെയ്തു. ഓക്കെ, ഞാനിവിടെ 500ന്റെ ഡിനോമിനേഷൻ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ 100 പറഞ്ഞോളൂ, ഇവിടെ 500ന്റെ കൂടെ ഞാൻ ആഡ് ചെയ്ത് ചെയ്യുന്നുണ്ട്. നോക്കാം. 500 ഒരു വേരിയബിളിനകത്ത് എമൗണ്ട് ഡിവൈഡഡ് ബൈ 500. ഇത് അതിന്റെ മോഡുലസ് കണ്ടിട്ടു. എമൗണ്ട് ഇസ് ഈക്വൽ ടു എമൗണ്ട് മോഡ് 500. അപ്പൊ ബാക്കി 500 ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതിന്റെ ബാക്കിയുള്ള റിമൈൻഡർ കിട്ടും. അത് നമുക്ക് എന്ത് വേണം? 100 ഡിവൈഡ് ചെയ്യാം. സോ 100 ഇസ് ഈക്വൽ ടു എമൗണ്ട്, ബാക്കി വന്ന എമൗണ്ടിന്റെ ഡിവൈഡ് ഉണ്ടാവും. 500 ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി കിട്ടുന്ന എമൗണ്ട് ഡിവൈഡഡ് ബൈ 100. അതിന്റെ റിമൈൻഡർ കിട്ടിയിട്ടുണ്ടാവും. അത് ബാക്കി സ്റ്റോർ ചെയ്ത് AMT ഇസ് ഈക്വൽ ടു എമൗണ്ട് മോഡ് 100. അപ്പൊ അതുകൊണ്ട് 100 കൊണ്ട് മോഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂ റിമൈൻഡർ ആയി ഉണ്ടാവും. ആ റിമൈൻഡർ നമുക്ക് വീണ്ടും 50 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ 50 ഇസ് ഈക്വൽ ടു എമൗണ്ട് ഡിവൈഡഡ് ബൈ 50. അതിനെ വീണ്ടും നമുക്ക് ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെയ്യുന്നു? വാല്യൂ 50 കൊണ്ട് നമുക്ക് മോഡ്ലെസ് കാണാം. അപ്പൊ റിമൈൻഡർ സ്റ്റോർ ചെയ്യും. ആ റിമൈൻഡർ 10 ആണ് വരിക. 10 ഈക്വൽ ടു എമൗണ്ട് ഡിവൈഡ് ബൈ 10. അപ്പൊ അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള വാല്യൂസ് വളരെ ചെറിയ കോയിൻസ് ആയിരിക്കും. അപ്പൊ കോയിൻസ് നമ്മൾ ഇതിൽ കൗണ്ട് ചെയ്യുന്നില്ല. അപ്പൊ അതുകൊണ്ട് 10 വരെ എത്തിയിട്ടുള്ളൂ. അപ്പോൾ 500ന്റെ കണ്ടന്റ്, ദെൻ 100ന്റെ നോട്ട്സ്, ദെൻ 50യുടെ നോട്ട്, ദെൻ 10 രൂപയുടെ നോട്ടുകൾ. 20 റുപ്പീസ് നമ്മൾ കൊടുത്തിട്ടില്ല. നമ്മൾ പറഞ്ഞ 10 വാല്യൂസ് വരുന്നുള്ളൂ. നോക്കാം. പ്രിന്റ് ചെയ്യാനുള്ള വാല്യൂ നോക്കി. നമ്പർ ഓഫ് 500 നോട്ട്സ്, 500 എന്നുള്ള വാല്യൂ അതിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. അതിന്റെ റിമൈൻഡർ സ്റ്റോർ ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ്, എമൗണ്ട് കിട്ടും. ദെൻ അടുത്തത് നമ്പർ ഓഫ് 100 നോട്ട്സ്, 100 എന്ന വേരിയബിൾ, ദെൻ 50, ദെൻ 10. അപ്പൊ ഇത്രയും കണ്ടന്റുകൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഔട്ട് പ്രിന്റ് ചെയ്ത് തരും. പ്രിന്റിന്റെ ഔട്ട്പുട്ടിൽ വരും നമ്പർ ഓഫ് 5 പ്രിന്റ് ചെയ്ത് വരും, നമ്പർ ഓഫ് 100s, നമ്പർ ഓഫ് 50s, നമ്പർ ഓഫ് 10. ഈ 4 കണ്ടന്റാണ് പ്രിന്റ് ചെയ്ത് വരിക. നോക്കാം. ഈ കോഡ് നമ്മൾ ഒന്നിച്ച് നമ്മൾ ടൈപ്പ് റൺ ചെയ്താൽ പോകുന്നു. 1 by 1 ആയിട്ട് കോഡെല്ലാം റൺ ചെയ്യുന്നത് ഒന്നിച്ച് നമുക്ക് റൺ ചെയ്യാം. അതെങ്ങനെ ചെയ്യാൻ നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം IDLE ഓപ്പൺ ആക്കാം. ഓക്കെ, പൈത്തന്റെ ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് ലേണിംഗ് എൻവയോൺമെന്റ്. ഓക്കെ, ഇതിനകത്താണ് നമ്മൾ ആ കോഡ് റൺ ചെയ്യിപ്പിക്കാൻ പോകുന്നത്. ഇത് റൺ ചെയ്യണമെങ്കിൽ നമുക്ക് ഇതിന്റെ അകത്തുള്ള ഈ ഫയൽ നമ്മൾ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സേവ് ചെയ്ത ലൊക്കേഷൻ നമുക്കൊന്ന് ഓപ്പൺ ആക്കി നോക്കാം. ആ ലൊക്കേഷൻ പറയുന്ന ഡോക്യുമെന്റ്സിനകത്ത് ഫയൽ PY എന്നുള്ള ഫയൽ. ഇത് നമുക്ക് പൈത്തൺ ഇന്റർഫേസിൽ നമുക്ക് ഓപ്പൺ ആക്കാം. പൈത്തൺ ക്ലിക്ക് ചെയ്യുക, എഡിറ്റ് വിത്ത് IDLE കണ്ടോ, IDLE ഓപ്പൺ ആക്കുക. ഇത് അതിന്റെ IDLE വന്ന കോഡാണ്, സെയിം കോഡ്. അതിന്റെ റൺ ചെയ്യുന്ന കണ്ടന്റ് നമുക്ക് ഇവിടെ ഓൾറെഡി അവൈലബിൾ ആണ്. ഇതാണ് അതിന്റെ IDLE റൺ ചെയ്യുന്ന IDLE ഷെല്ല്. ഇതിനകത്ത് നമുക്ക് ഇവിടെ കോഡും കാണാൻ പറ്റും. ഈ കോഡ് നമ്മൾ ഇവിടെ സേവ് ചെയ്തിട്ടുണ്ട്. ഈ കോഡ് നമ്മൾ റൺ ചെയ്യാണ്. റൺ ചെയ്യുമ്പോൾ റൺ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക.
റൺ മൊഡ്യൂൾ അല്ലെങ്കിൽ F5 പ്രസ് ചെയ്യുക ഫംഗ്ഷൻ കീസിൽ. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ കോഡ് എക്സിക്യൂട്ട് ആണെന്ന് ഈ ഒരു ഇന്റർഫേസിലായിരിക്കും. ഇവിടെ നോക്കാം, ക്ലിക്ക് ചെയ്ത് റൺ ചെയ്ത് ആ കോഡിൽ ഇവിടെ വർക്ക് ചെയ്യിപ്പിച്ചിട്ടുണ്ടോ. എൻ്റർ ദ എമൗണ്ട് ടു ബി വിഡ്രോൺ. എമൗണ്ട് വിഡ്രോന്റെ എമൗണ്ട് ഇവിടെ ടൈപ്പ് ചെയ്യാം. ഞാൻ ടൈപ്പ് ചെയ്യാൻ പോകുന്നത് 1780 rupees. 1780. എൻ്റർ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഫൈവ്സ്, നമ്പർ ഓഫ് ഹൺഡ്രഡ്സ്, നമ്പർ ഓഫ് ഫിഫ്റ്റീസ്, നമ്പർ ഓഫ് 10 എല്ലാ നോട്ടുകളും അല്ലേ. 1500 വരും, 3 വരുമ്പോൾ പിന്നെ 200 വരും, അതാണ് 70 വരും, 700 വരും. ദെൻ 80ക്ക് 50 ഉണ്ടായിരിക്കും, അതുപോലെ ബാക്കി 3 10 ഉണ്ടായിരിക്കും. ഇതെല്ലാം ആഡ് ചെയ്തുമ്പോൾ കറക്റ്റ് വാല്യൂ കിട്ടും. ഇനി ഇത് ഒന്നുകൂടെ നമുക്ക് റൺ ചെയ്യണമെങ്കിൽ വീണ്ടും നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം, റണ്ണിൽ ക്ലിക്ക് ചെയ്യുക, മൊഡ്യൂൾ വീണ്ടും അത് എക്സിക്യൂട്ട് ആവും. എൻ്റർ ദ എമൗണ്ട്, സപ്പോസ് 260 കൊടുത്തു, ഇത് 1000 ഇല്ല, അപ്പൊ 500 വരില്ല. നോക്കാം, എൻ്റർ നോക്കാം കേട്ടോ. 500 നോട്ട്സ് 0, 100 നോട്ട്. ഒന്നുകൂടെ റൺ ചെയ്ത് നോക്കാം. 75 വാല്യൂ, 75 5 കൊടുത്ത് കോയിൻസ് നമുക്ക് കിട്ടില്ല, ബാക്കി നോക്കാം. ഓക്കെ കണ്ടോ, 100 സോറി 51 10 22 അപ്പോൾ 70 കിട്ടും. 75ന്റെ വാല്യൂ നമ്മൾ കൊടുക്കാത്തത് കൊണ്ടാണ്. കോയിൻസിന്റെ കാര്യം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും കൂടെ പ്രിന്റ് ചെയ്ത് കിട്ടും. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്ലാസ്സിൽ വേറെ പ്രോഗ്രാമായി വരാം. താങ്ക് യു.